പ്രശസ്തമായ നാഗമഠത്ത് തറവാട്ടിലെ മുത്തശ്ശിക്ക് പ്രായാധിക്യമായത് കാരണം അനന്തരാവകാശിക്ക് വേണ്ടി അന്വേഷണം തുടങ്ങി. അതോടെ ആ തറവാട്ടിൽ ദുരന്തങ്ങളുടെ കൊടുങ്കാറ്റ് ആഞ്ഞടിക്കാൻ തുടങ്ങി. ശിവലിംഗത്തിൽ കെട്ടുപിണഞ്ഞു കിടക്കുന്ന നാഗങ്ങളെ സ്വപ്നം കാണുന്ന ആളാകും മുത്തശ്ശിയുടെ പിന്മുറക്കാരിയെന്ന് പ്രവചിക്കപ്പെട്ടതോടെ ബാംഗ്ലൂരിൽ പഠിക്കാൻ പോയ വൈഷ്ണവിയിലേക്ക് നിയോഗം നീണ്ടുചെന്നു. ഇഷ്ടമുള്ള പുരുഷനോടൊപ്പം ദാമ്പത്യ ജീവിതം നയിക്കാൻ ഇഷ്ടപ്പെടുന്ന വൈഷ്ണവി ഈ ഊരാക്കുടുക്കിൽ നിന്ന് രക്ഷപ്പെടാൻ ഉപായങ്ങൾ തേടി. കാമുകനും കൂട്ടുകാരുമൊത്ത് തറവാട്ടിലെത്തിയ വൈഷ്ണവിയുടെ കൂട്ടുകാരന്റെ കൈപ്പിഴ മൂലം വർഷങ്ങൾക്ക് മുൻപ് കൊല ചെയ്യപ്പെട്ട ഒരു നാഗം മൺപുറ്റിനുള്ളിൽ നിന്ന് സ്വതന്ത്രമാക്കപ്പെട്ടു. ദക്ഷകയുടെ വേഷമെടുക്കുന്ന നാഗം നാഗമഠത്തെ ഓരോരുത്തരെയും കൊല്ലാൻ തീരുമാനിക്കുമ്പോൾ സർവശക്തനായ ശിവനാഗം ദക്ഷകയുടെ വഴിമുടക്കുന്നു. കണ്ണിലെ കൃഷ്ണമണി പോലെ നാഗമഠത്തെ മുത്തശ്ശി കാത്തുസൂക്ഷിച്ച മുത്തച്ഛൻ കാവും തറവാടും ദക്ഷകയുടെ പൈശാചിക നീക്കങ്ങൾ മൂലം അംഗപ്പറമ്പാകുന്നു. രാക്ഷസിയും ദൈവവും മുഖാമുഖം കാണുന്ന അംഗം. ഇവിടെ യഥേഷ്ടം വസിക്കാൻ ഇതുപോലൊരവസരം ഇനി കിട്ടുകയില്ല. പറഞ്ഞതെല്ലാം വിശ്വസിച്ചിരിക്കുന്നു വിഡ്ഢികൾ. എന്റെ വിശ്വരൂപം ഇവിടെ ആരും തിരിച്ചറിയാൻ പാടില്ല. ആരെങ്കിലും അതിന് ശ്രമിച്ചാൽ അവരെ വകവരുത്തണം. നാഗമഠത്തുകാരുടെ സ്നേഹവും വിശ്വാസവും പിടിച്ചുപറ്റി ഓരോരുത്തരെയായി വകവരുത്തണം. എങ്കിലേ എന്റെ പ്രതികാരം പൂർത്തിയാകൂ. ദക്ഷിണ എന്നാണല്ലേ പേര്? കയറി വരൂ. നിങ്ങൾ ആരാ? ഞാൻ ആരെങ്കിലുമൊക്കെ ആയിക്കോട്ടെ, രക്ഷപ്പെട്ടല്ലോ. ഇവിടേക്ക് വരുമ്പോൾ വളരെ സൂക്ഷിക്കണം കേട്ടോ. സംശയിക്കേണ്ട വൈഷ്ണവി, ഞാൻ തന്നെയാ നിന്നെ കുളത്തിൽ നിന്ന് രക്ഷിച്ചത്. എന്നെ രക്ഷിച്ച ആള് തന്നെയാണ് മേലത്തൂരിലെത്തുന്ന് വന്നേന്ന് ഞാൻ അറിഞ്ഞില്ല. വളരെ നന്ദിയുണ്ട്. ഒരു നന്ദി വാക്കെങ്കിലും പറയാനായി ഞാൻ ക്ഷേത്ര പരിസരത്തെല്ലാം നോക്കി, കണ്ടില്ല. ഇപ്പോ എന്റെ മുന്നിലേക്ക് തന്നെ എത്തിയല്ലോ. താങ്ക്സ്. അല്ല, ഈ ദക്ഷിണയാണോ നിന്നെ കുളത്തിൽ നിന്ന് രക്ഷിച്ചത്? അതെ രേണു എടുത്തി, ഈ ദക്ഷിണ തന്നെയാ എന്നെ രക്ഷിച്ചത്. അതെയോ? ഇവളിവിടുന്ന് അക്കാര്യം പറഞ്ഞപ്പോ മുതൽ ഞങ്ങൾ എല്ലാവരും വൈഷ്ണവിയെ രക്ഷിച്ച ആളാരാണെന്ന് അന്വേഷിക്കായിരുന്നു. ആഹാ, എല്ലാവരും ഇവിടെ വന്ന് നിൽക്കാണോ? ദക്ഷിണയ്ക്ക് ഈ മനയെല്ലാം ഇഷ്ടായോ? ഇഷ്ടായി, എല്ലാരെയും ഇഷ്ടായി. മുത്തശ്ശി, ഈ ദക്ഷിണയാണ് വൈഷ്ണവി രക്ഷിച്ച ആ കുട്ടി. വൈഷ്ണവിക്ക് പോലും ഇപ്പോഴാണ് മനസ്സിലായത്. അതെയോ? ഇത് വല്ലാത്ത ആശ്ചര്യം തന്നെ. കാണണമെന്ന് ആഗ്രഹിച്ച ആള് തന്നെ മുമ്പിൽ വന്ന് നിക്കല്ലേ. ഇതാരും തീരെ പ്രതീക്ഷിച്ചില്ല. എല്ലാം നാഗത്താന്മാരുടെ അനുഗ്രഹ. തീരെ പ്രതീക്ഷിക്കാത്ത പലതും ഇനിയല്ലേ സംഭവിക്കാൻ പോകുന്നത് നാഗമഠത്തമ്മേ. കുട്ടിയോട് വളരെ നന്ദിയുണ്ട്. വൈഷ്ണവിയുടെ ജീവനല്ലേ കുട്ടി രക്ഷിച്ചത്. ദക്ഷിണ ആ സമയത്ത് എങ്ങനെ അവിടെ വന്നു? പെട്ടെന്ന് എങ്ങോട്ടാ പോയത്? ഞാൻ കണ്ടില്ലല്ലോ. ഞാൻ വൈഷ്ണവിയുടെ നിലവിളി കേട്ട് ഓടി വന്നതാ. വൈഷ്ണവി ഇവിടുത്തെ കുട്ടിയാന്ന് എനിക്ക് അറിയില്ലായിരുന്നു. തൊഴാൻ വന്ന ഏതൊരു പെൺകുട്ടി കാൽവഴുതി കുളത്തിൽ വീണതായിട്ട് എനിക്ക് തോന്നിയത്. അതാ പരിചയപ്പെടാൻ നിൽക്കാതെ പോയത്. നാഗമഠത്തെ സന്തതിയെ രക്ഷിക്കാൻ തായ്വഴിയില്ലത്തെ കുട്ടി തന്നെ നിമിത്തമായി വന്നത് ഭാഗ്യം തന്നെ. കുട്ടി ചേരേണ്ടടുത്ത് തന്നെ വന്ന് ചേർന്നിരിക്കണു. അതെ അതെ, നിങ്ങൾ എല്ലാവരും ഇനി മുതൽ ഒത്തൊരുമിച്ച് തന്നെ മുന്നോട്ട് പോണം. കുഞ്ഞുകുട്ടി വരിക. ഞാൻ എന്റെ ഫ്രണ്ട്സിനോടൊക്കെ ഒന്ന് ഇക്കാര്യം പറയട്ടെ. ശരി. ദക്ഷിണയുടെ ഈ വരവ് നാഗത്തന്മാരുടെ അനുഗ്രഹ. എന്തായാലും ആ സമയത്ത് വൈഷ്ണവിയെ രക്ഷിക്കാൻ ഈ താവഴിപ്പെട്ട ആളെ തന്നെ നാഗത്തന്മാരെ ഏൽപ്പിച്ചല്ലോ. വളരെ നന്ദിയുണ്ട്. ശരി ശരി. ഞാൻ ആരാണെന്നുള്ള സത്യം അറിയാതെ തന്നെ നാഗമഠത്തുകാർ ഒന്നൊന്നായി ഈ ഇല്ലത്തിനുള്ളിൽ മനം നൊന്ത് മരിക്കും. അതാണ് ദക്ഷകി ഈ ഇല്ലത്താടാൻ പോകുന്ന അടുത്ത നാടകം. കാത്തിരുന്ന് കണ്ടോ നാഗമഠത്ത് സന്തതികളെ. എടാ കിട്ടിടാ, കിട്ടി കിട്ടിയടാ മോനെ. അതെ അതെ, നിനക്ക് നേരത്തെ കിട്ടണ്ടായിരുന്നു. ആരുടെയും നടാ കിട്ടിയത്? പോടാ അവിടുന്ന്. അപ്പൊ കല്യാണിയുടെ കയ്യിൽ നിനക്ക് ലവ് ലെറ്റർ കിട്ടിയല്ലടാ. ഛേ, എടാ നീ നാക്കല്ലേ.
എടാ അതൊന്നും അല്ല. എടാ നമ്മളിന്ന് കാവിൽ കണ്ട പെണ്ണില്ലേ, ആ പെണ്ണിനെന്താ? അവൾ ആരാന്ന് നിനക്കറിയോ? ആരാ? എടാ അവള് നാഗമഠത്തിലുള്ള ഒരു ബന്ധുവാടാ. ആഹാ, ദക്ഷിണ, അത് അവളുടെ പേര്. ദക്ഷിണയോ? അവൾക്ക് ഈ ഇല്ലുമായി എന്താ ബന്ധം? എടാ ബന്ധം പറഞ്ഞു വരുമ്പോ നിന്റെ വൈഷ്ണവിയുടെയും രേണുവടത്തിയുടെയും സഹോദരിയായിട്ട് വരും ഈ ദക്ഷിണ. മാത്രമല്ല വൈഷ്ണവി കുളത്തിൽ കാല് തന്നെ വീണപ്പോ രക്ഷപ്പെടുത്തിയ ആ പെൺകുട്ടിയില്ലേ, അതിവിടുത്തെ ദക്ഷിണയാ. അപ്പൊ അവളാണോ രക്ഷിച്ചത്? അതെ. ഈ വിവരമില്ലാത്ത നിനക്ക് എങ്ങനെയാടാ ഇവിടുത്തെ വിവരങ്ങളൊക്കെ കിട്ടിയത്? ആ കാര്യസം പറഞ്ഞതാ. എന്തായാലും അവൾ ആളൊരു അടിപൊളിയാ. ഡാ, എന്ന് കരുതി നീ അവളുടെ അടുത്ത് കൂടി അടികൊള്ളാനൊന്നും പോകണ്ട കേട്ടോ. ഓ, എന്റെ കാര്യമാണോ നിങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നേ? എത്ര കൃത്യമായിട്ട് പറഞ്ഞു. എങ്ങനെ മനസ്സിലായി? സൈക്കോളജി പഠിച്ചിട്ടുണ്ടോ? ആ, അതൊക്കെ മനസ്സിലായി. കാവ്യ വെച്ച് കണ്ടപ്പോ വിശദമായിട്ടൊന്നും ചോദിക്കാൻ കഴിഞ്ഞില്ല. ഈശ്വരൻ എന്നെ കുറിച്ച് കുറെ കാര്യങ്ങൾ ചോദിക്കാനുണ്ടെന്ന് തോന്നുന്നു. ഏയ്, ഇവനങ്ങനൊന്നും ചോദിക്കാനില്ല. ഈ ഈശ്വരനൊരു കാമുകിയുണ്ട്. ഇവനും അവളും തമ്മിൽ കല്യാണം കഴിക്കാൻ പ്ലാൻ ചെയ്തിരിക്കുക അല്ലടാ. ദേ ഇവനും എൻഗേജ്ഡാ. ഇവന്റെ ലവറാണ്. വിഡിത്തരം വിളിച്ച് പറയാതടാ. അളിയാ, ഞാൻ ഓർത്തില്ല. എന്താ രാഹുലിന്റെ കാര്യം എന്താന്ന് പറഞ്ഞേ? അല്ല, സ്ഥലം എവിടെയാന്നാ പറഞ്ഞേ? ബന്ധുക്കളൊന്നും കൂടെ വന്നില്ലേ? വരും, എല്ലാവരും വരുന്നുണ്ട്. താമസിയാതെ എന്റെ കുടുംബക്കാർ എല്ലാവരും ഈ ഇല്ലത്തേക്ക് എത്തും. അപ്പം നമുക്കെല്ലാം വിശദമായി പരിചയപ്പെടാം. ഇപ്പൊ പോട്ടെ. അല്ല, പോവാണ്. അയ്യോ പോയി. എടാ, അവളൊരു പ്രശ്നക്കാരിയാണെന്നാ എനിക്ക് തോന്നുന്നത്. പോടാ അവിടുന്ന്. അവളെ കണ്ടാ അറിയാം കുടുംബത്തിൽ പിറന്ന പെണ്ണാണെന്ന്. ഈ ഇല്ലത്തെ എല്ലാവർക്കും അവളെ വലിയ ഇഷ്ടമാ. പിന്നെ എനിക്കും. അയ്യടാ, നീ അവളെ പറ്റി പറഞ്ഞു തുടങ്ങിയപ്പോഴേ എനിക്ക് തോന്നി അവൾക്ക് പറ്റിയ കക്ഷിയാണ് നീ എന്ന്. എന്താടാ, ഞാനും അവളും തമ്മിൽ എന്താ കുഴപ്പം? ദക്ഷിണ സുന്ദരരാജൻ നല്ല ചേർച്ചയല്ലേ? അതെ, പേരൊക്കെ നല്ല ചേർച്ചയുണ്ട്. പക്ഷേ അവള് നോക്കിയതാരെന്നറിയോ? ഇവനെയാ. അതുകൊണ്ടല്ലേ ഞാൻ സ്വാതിയുടെ കാര്യം എടുത്തിട്ടത്. ഡേ, നിങ്ങൾ രണ്ടുപേരോടും ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. നിങ്ങൾ രണ്ടുപേർക്കും ഓരോരുത്തരുണ്ട്. പിന്നെ എന്നെ എന്റെ ദക്ഷിണയെ നിങ്ങൾ വെറുതെ വിട്ടേക്കണം പ്ലീസ്. എടാ, നീ അവളെ കയറി പ്രേമിക്കാൻ പോവാണോ? എന്താടാ പ്രേമിച്ചാല്? സുന്ദരേ, നീ വളരെ സൂക്ഷിച്ചു വേണം ദക്ഷിണ ഹാൻഡിൽ ചെയ്യാൻ. അതെന്താ? എടാ, അവളൊരു സാധാരണ അന്തർജന കുട്ടിയൊന്നും അല്ല. അവൾക്ക് എന്തോ ചില പ്രത്യേകതകളൊക്കെ ഉണ്ട്. ഏയ്, എനിക്കങ്ങനെ തോന്നില്ല. എന്നാ എനിക്കങ്ങനെ തോന്നി. അവൾക്ക് എന്തോ ചില പ്രത്യേകതകളുണ്ട്. ഉണ്ടാ? ഏയ്, ഇല്ലില്ല. ഇല്ലടാ, അവള് ഡീസന്റാ. ഏതാടി ആ പുതിയ അവതാരം? ആര്? ദക്ഷിണയോ? ദക്ഷിണ, അതാണ് അവളുടെ പേര്. അവളെന്തിനാണ് ഇല്ലത്ത് കയറ്റിയത്? ഉണ്ണിയേട്ടന്റെ ചോദ്യം കേട്ടാ തോന്നും ഞാനാ ദക്ഷിണയെ ഇവിടെ കയറ്റി താമസിപ്പിച്ചിരിക്കുന്നതെന്ന്. അതല്ലേ നിന്നോട് ചോദിച്ചേ? ഉണ്ണിയേട്ടന് ആരെ കുറിച്ച് അറിയേണ്ടത്? ദക്ഷിണയെ പറ്റിയാണെങ്കിൽ കല്യാണിയോട് ചോദിച്ചിട്ട് കാര്യമില്ല, ഞാൻ പറയാം. അവൾ ആരാന്ന് കരുതിയാ ഇവിടെ ഉള്ള അകത്ത് കയറ്റി താമസിപ്പിച്ചിരിക്കുന്നത്? എന്ത് വിശ്വാസത്തിൽ അവൾ ഇവിടെ കയറ്റി താമസിപ്പിച്ചെന്ന്? നാഗമഠത്തില്ലത്തുകാരുടെ താവഴിയിൽപ്പെട്ട മേലത്തൂരില്ലത്തെ കുട്ടിയാണ് ദക്ഷിണ. അക്കാര്യം മുത്തശ്ശനും മുത്തശ്ശിക്ക് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ടാ ദക്ഷിണ എവിടെ താമസിപ്പിക്കുന്നത്. മേലത്തൂരില്ലോ? ആ ഇല്ലത്തെ പറ്റി ഞാൻ കേട്ടിട്ടില്ലല്ലോ. നീ കേട്ടിട്ടുണ്ടോ? ഏത് തായ്വഴി ബന്ധം? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എന്റെ ഉണ്ണിയേട്ടാ, എനിക്കും ആ ഇല്ലത്തെ പറ്റി ഒന്നും അറിയില്ല. ഇവിടെ പലർക്കും അറിയില്ല. പക്ഷെ മുത്തശ്ശനും മുത്തശ്ശിയും ആ ഇല്ലത്തെ പറ്റി കേട്ടിട്ടുണ്ട്. ആ ഇല്ലത്തിന് ഈ ഇല്ലുമായിട്ട് ബന്ധമുണ്ടെന്ന് അവർക്കറിയാം. പിന്നെ നമ്മളായിട്ട് എന്തിനു തർക്കിക്കാൻ പോണേ? പത്രത്തിൽ പരസ്യം കൊടുത്തത് കൊണ്ട് ഇനിയും തായ്വടിയിലുള്ള ബന്ധുക്കൾ വന്നുകൂടാന്നില്ലല്ലോ. അതെ, ഇവിടെയുള്ളവർക്ക് നേരിട്ട് അറിവില്ലാത്ത പല ബന്ധുക്കളും പത്രപരസ്യം കണ്ട് സപ്തതിക്ക് വന്നേക്കാം. അവരെല്ലാം സ്വീകരിച്ച് സൽക്കരിക്കേണ്ടത് നമ്മുടെ മര്യാദയല്ലേ ഉണ്ണിയേട്ടാ? ആദ്യം ഇവിടെ വൈഷ്ണവിയുടെ 4 കൂട്ടുകാർ വന്നു. അവരിപ്പോഴും ഇവിടെ തന്നെ ഉണ്ടെന്ന് ഓർക്കണം. അവർക്ക് ഈ ഇല്ലുമായിട്ട് ഒരു ബന്ധമില്ലാഞ്ഞിട്ടും
മുത്തശ്ശിയും മുത്തശ്ശനും ഇവിടെ താമസിപ്പിച്ചു. അപ്പോഴാ മറ്റൊരു ബന്ധുവും പറഞ്ഞ് വേറൊരുത്തി മേലത്തൂർ ഇല്ലത്തുനിന്ന് വന്നിരിക്കുന്നേ. അവളെക്കുറിച്ച് കൃത്യമായിട്ടൊന്നും അറിയാത്ത സ്ഥിതിക്ക് അവളെ ഇവിടുന്ന് ഇറക്കി വിടുന്ന നല്ലത്. ദൈവമേ, ഇറക്കി വിടാനോ? അത് നമ്മുടെ വീട്ടിൽ വന്ന കുട്ടിയെ. മാത്രമല്ല, വൈഷ്ണവി കുളത്തിൽ കാല് തെറ്റി വീണപ്പോ രക്ഷിച്ചത് ദക്ഷിണയാ. വൈഷ്ണവി കുളത്തിൽ കാല് തെറ്റി വീണോ? അതപ്പോ ഉണ്ണേട്ടൻ ഇത് വല്ലതും അറിയുന്നുണ്ടോ? ദക്ഷിണ ഭാഗ്യത്തിന് കൊളക്കടവി വന്നതുകൊണ്ട് വൈഷ്ണവിയുടെ ജീവൻ തിരിച്ചു കിട്ടി. അങ്ങനെ ഒരു കാര്യം ചെയ്തു എന്ന് കരുതി അവളെങ്ങനെ വിശ്വസിച്ച് ഇവിടെ താമസിപ്പിക്കും? നമുക്ക് നമ്മുടേതായ ഒരു മര്യാദയില്ലേ ഉണ്ണേട്ടാ? മര്യാദ വരുന്നവരെല്ലാം സ്വീകരിച്ച് ഊട്ടിയുറക്കാൻ ഈ ഇല്ലം വഴിസത്രമൊന്നല്ല. ഉണ്ണിയേട്ടാ, വേണ്ടാത്ത വാക്കുകൾ പറയാതെ. ആരൊക്കെ വന്നാലെന്താ? സപ്തതിയും പടിയേറ്റും കഴിയുമ്പോ വരുന്നവരെല്ലാം തിരിച്ചു പോവില്ലേ? പിന്നെ ഉണ്ണിയേട്ടൻ എന്താ പ്രശ്നം? പ്രശ്നം ഇപ്പൊ എനിക്കായോ? ഈ ഇല്ലത്തെ പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാനാ വൈഷ്ണവിയുടെ കൂട്ടുകാരും ഇപ്പൊ കയറി വന്ന ദക്ഷിണ ഇവിടുന്ന് പോണെന്ന് പറയുന്നത്. ഒടുവിൽ ഇവരെല്ലാം കൂടി ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത്. ഉണ്ടാക്കിയ എന്റെ സ്വഭാവം മാറും. നിനക്കെന്റെ വരവ് ഇഷ്ടമായിട്ടില്ല അല്ലേ? നീ ഇഷ്ടപ്പെടും. എന്റെ വിരൽത്തുമ്പിൽ നീ ചലിക്കും. കാണിച്ചു തരാം ഈ ദക്ഷകി. കല്യാണി, നീ ആ ദക്ഷിണയെ ഊണ് കഴിക്കാൻ വിളിച്ചില്ലേ? വിളിച്ചു മുത്തശ്ശി. ഉടനെ വരാനാ പറഞ്ഞത്. മുത്തശ്ശ, ആ ദക്ഷിണയ്ക്ക് എന്നെ കണ്ട ഉടനെ മനസ്സിലായി. പേരും പറഞ്ഞു. എന്റെ മാത്രമല്ല, എന്റെ ഫ്രണ്ട്സിന്റെയും പേര് കൃത്യമായിട്ട് പറഞ്ഞു. അതെങ്ങനെയാ അവൾക്ക് മനസ്സിലായേ? ചിലര് അങ്ങനെയാ മോളെ. എന്റെ പേരും പറഞ്ഞു മുത്തശ്ശി. ആദ്യമായിട്ട് കാണുന്ന ഒരാളുടെ പേര് എങ്ങനെയാ പറയാൻ കഴിയുന്നേ? അവൾക്കേ ആരോ ഇവിടത്തെ കുറിച്ച് നല്ല വിവരങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതാണ് ഇവിടെയുള്ളവരെ കണ്ട മാത്രയില് ഇങ്ങനെയെല്ലാം പറയാൻ കഴിയുന്നത്. എന്തായാലും മിടുക്കി കുട്ടിയാ, നല്ല പ്രസരിപ്പുണ്ട്. മേലത്തൂർ ഇല്ലത്തെ സന്തതിയല്ലേ? നാഗമഠത്തെ തായ്വഴി ഇല്ല അല്ലേ ഇത്? അവിടെയുള്ള സന്തതികൾ ആരെങ്കിലും മോശമാകും ഏട്ടാ. ഈ മേലത്തൂരില്ലത്ത് ഇവിടെ നിന്ന് ആരെങ്കിലും പോയിട്ടുണ്ടോ? ഇവിടുന്നേരെ അങ്ങോട്ടേക്കും അവിടുന്നേരെ ഇവിടേക്കും വന്നതായിട്ട് അറിവില്ല. ഇപ്പോഴാണ് ഒരാൾ ആദ്യമായിട്ട് വരുന്നത്. ദക്ഷിണ മാത്രം ആ ഇല്ലത്തുനിന്ന് തനിച്ചെന്താ വന്നത്? അവളുടെ ബന്ധുക്കളെ പറ്റി ചോദിച്ചപ്പോ വ്യക്തമായിട്ടൊന്നും പറയുന്നുമില്ല. ബന്ധുക്കാരെ പറ്റി നമുക്കറിയില്ലല്ലോ വസുമതി. പിന്നെ അവള് പറഞ്ഞിട്ട് എന്താ കാര്യം? മേലത്തൂരിലത്തും കാവും ക്ഷേത്രമൊക്കെ ഉണ്ടെന്നാ പറയുന്നത്. ഇവിടവുമായി മൂലബന്ധമുള്ള എല്ലാ കുടുംബങ്ങളിലും അത് ഉണ്ടാവും രേണു. അങ്ങനെയുള്ള സ്ഥലത്തു നിന്നും വന്ന കുട്ടിയായതുകൊണ്ട് ദക്ഷിണയ്ക്ക് പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. കല്യാണി, നീ ദക്ഷിണയെ ഒന്നുകൂടെ വിളിക്ക്. ഇവിടെ ആദ്യമായിട്ട് വന്നതല്ലേ, ചിലപ്പോ ഊണ് കഴിക്കാൻ മടിയായിട്ട് മടിച്ചു നിൽക്കുകയായിരിക്കും. ശരി, ഞാൻ പോയി വിളിച്ചോണ്ട് വരാം. ആ, ആളെത്തിയല്ലോ. എല്ലാവരും ഊണ് കഴിച്ചു തുടങ്ങിയോ? ദക്ഷിണ കഴിക്കുന്നില്ലേ? മുത്തശ്ശന്റെ ഇളയച്ചന്റെ ഒക്കെ മുമ്പിലിരിക്കാൻ കുട്ടിക്ക് ബുദ്ധിമുട്ടുണ്ടാവുമെന്നറിയാം. സാരാക്കണ്ട. ദക്ഷിണയോട് എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ടായിരുന്നു. ആദ്യമായി കാണുന്ന ആളുകളുടെ പേരും ബന്ധവും ഒക്കെ എങ്ങനെ പറയാൻ പറ്റുന്നേ? എല്ലാം ഒരു ഊഹമല്ലേ? എന്നാലും അങ്ങനെ പറയണമെങ്കിൽ എന്തോ പഠിച്ചിട്ടുണ്ട്. അതെന്താ? വൈഷ്ണവി, ഊണ് കഴിക്കാൻ വന്ന ആളോട് ഇതൊക്കെയാണോ ചോദിക്കുന്നത്? എനിക്കിപ്പോ ഭക്ഷണം വേണ്ട. അതെന്താ മോളെ, ഇതൊന്നും ഇഷ്ടപ്പെട്ടില്ലേ? ഏയ്, അതുകൊണ്ടല്ല. ഞാൻ കുളിച്ചിട്ടില്ല. ഞങ്ങളുടെ ഇല്ലത്ത് കുളി കഴിഞ്ഞ് വന്നേ ഊണ് കഴിക്കാറുള്ളൂ. ഞാൻ പോയി ദേഹശുദ്ധി വരുത്തിയിട്ട് വരാം. ആ, കുളി കഴിഞ്ഞിട്ട് വന്നിട്ട് ഊണ് കഴിച്ചാ മതി മോളെ. കല്യാണി, നീ ദക്ഷിണയോടൊപ്പം ചെല്ലും. ശരി രേണുടുത്തി. വാ ദക്ഷിണേ. വാ. ഇപ്പൊ എങ്ങനെയുണ്ട്? അവള് ശരിക്കും മേലത്തൂരില്ലത്തെ പെൺകുട്ടി തന്നെയാണേ. ഇവിടുത്തെ രീതികൾ തന്നെയാ അവൾ അവിടെയും പഠിച്ചിരിക്കണതേ. അങ്ങനെ എനിക്കും തോന്നി. എന്താ ചിന്തിക്കണത്? ദക്ഷിണ, 100 ആയുസാ നിനക്ക്. ഒന്ന് പരിചയപ്പെടണമെന്ന് കരുതിയതാ. നമ്മൾ തമ്മിൽ പരിചയപ്പെട്ടതല്ലേ? വീണ്ടും പരിചയപ്പെടുന്ന എന്തിനാ? സുന്ദരന് എന്നോടെന്തോ പറയാനുണ്ടെന്ന് തോന്നുന്നു.
എന്താ? അത് വേറൊന്നുമല്ല, ഒരു കാര്യം എനിക്ക് പറയാനുണ്ടായിരുന്നു. അത് തന്നെയാ കാര്യം. എന്ത് കാര്യം? വേഗം പറയൂ, അല്ലെങ്കിലേ നിന്റെ മനസ്സിൽ നിന്ന് ഞാനത് കണ്ടുപിടിക്കും. ഇവൾക്ക് മനസ്സിൽ വിചാരിക്കുന്ന കാര്യം കണ്ടുപിടിക്കാനുള്ള കഴിവുണ്ടോ? പ്രശ്നമായല്ലോ. എന്താ സുന്ദർ, ഒന്നും ചോദിക്കാനില്ലേ? അതൊക്കെ ഞാൻ പിന്നീട് പറയാം, ഒന്നുകൂടി ഓർത്തിട്ട് പറയാം. ശരി, നീ എല്ലാം ഓർത്തിട്ട് വാ. കേൾക്കാൻ ഞാൻ എപ്പോഴും തയ്യാറാ. പോട്ടെ. എന്നാലും അവൾ അങ്ങനെ പറഞ്ഞതിന്റെ അർത്ഥം എന്തായിരിക്കും? അവൾക്ക് എന്നെ കണ്ടപ്പോ മുതല് എന്തോ ഒരു സംഗതി ഉണ്ടെന്നാ തോന്നുന്നേ. എന്തായിരിക്കും? ആ, നാഗമടത്തുകാർ എന്നെ ഇഷ്ടപ്പെട്ടിരിക്കുന്നു. ഞാൻ ഇവർക്കെല്ലാം നല്ല കുട്ടിയായിരിക്കുന്നു. പമ്പര വിഡ്ഢികൾ. നാഗമടത്തുകാരോടുള്ള എന്റെ പ്രതികാരം ഇവിടെ തുടങ്ങാൻ പോവുകയാണ്. ഓരോ അവസരങ്ങളിൽ ഓരോരുത്തരെയായി ഞാൻ എന്റെ പ്രതികാരാഗ്നിയിൽ വീഴ്ത്തി വധിക്കും. ദക്ഷകിയിലേക്ക് ആരുടെയും സംശയങ്ങളും കടന്നു വരരുത്. ഈ മനയിലെ അവസാനത്തെ സന്തതിയും ഇല്ലാതായി കഴിയുമ്പോൾ എന്റെ വംശത്തെ ഞാൻ പുനഃസൃഷ്ടിക്കും. ഇവിടം എന്റെ വംശത്തിന്റെ ആവാസ കേന്ദ്രമാക്കി മാറ്റും ഞാൻ. ഭക്തരും പൂജയും സർപ്പബലിയും ഇല്ലാത്ത നാഗമടത്ത് കാവിൽ നിന്ന് നാഗദേവി ഇറങ്ങിപ്പോകും. എന്നെ അനുസരിക്കാത്തവരെല്ലാം ഇവിടം വിട്ടു പോകട്ടെ. പോകാത്തവരെല്ലാം ഞാൻ എന്റെ വിഷം ചുറ്റി കൊലപ്പെടുത്തും. ദക്ഷകി, നിനക്കതിന് കഴിയില്ല. ഇതെല്ലാം ചെയ്യാൻ ഇറങ്ങി പുറപ്പെടും മുമ്പ് നീ ഒരു സത്യം മനസ്സിലാക്കണം. ശിവശൂല സ്പർശനം കൊണ്ടാണ് നീ മോചിതയായിരിക്കുന്നത്. ഒരു മനുഷ്യ സ്ത്രീയായി മാറിയ നീ ഇപ്പോൾ ഒരു സാധാരണ സ്ത്രീയാണെന്ന കാര്യം മറക്കരുത്. ഒരു സാധാരണ സ്ത്രീയുടെ എല്ലാ വിഷമതകളും നീ അനുഭവിക്കേണ്ടി വരും. ഇനി നീ ഒരു കാര്യം ശ്രദ്ധിച്ചു കേൾക്കുക. നീ ദക്ഷിണയായാലും ദക്ഷകിയായി നടന്നാലും നാഗദേവി കടാക്ഷമുള്ള ഈ നാഗമടത്ത് മനയിൽ നിന്റെ ഉള്ളിലെ ഉഗ്രവിഷം എപ്പോഴും പ്രവർത്തിക്കുകയില്ല. ചില പ്രത്യേക സന്ദർഭങ്ങൾ സംജാതമാകും. ആ സമയത്ത് നിന്റെ കഴുത്തിൽ ഇന്ദ്രനീലത്തിൽ ഒരു അടയാളം പ്രത്യക്ഷപ്പെടും. ആ സമയത്ത് മാത്രമേ നിനക്ക് ഉഗ്രവിഷം പുറത്തേക്ക് വിടാൻ കഴിയൂ. ആ വിഷം എവിടെ പതിച്ചാലും സർവനാശം സംഭവിക്കും. ദക്ഷിണേ, ദക്ഷിണേ, എന്തെടുക്കുമായിരുന്നു? ഒന്നുമില്ല. കുളിക്കാൻ പോകണ്ടേ? കുളക്കടവിലേക്ക് ദക്ഷിണെ കൂട്ടിക്കൊണ്ടുപോകാൻ വന്നതാ. ഓ, ഞാനത് മറന്നു. എങ്കിൽ ഡ്രസ്സൊക്കെ എടുത്തിട്ട് വാ. അത് കല്യാണി വരണ്ട, ഞാൻ തനിയെ പോയി കുളിച്ചോളാം. ഇവള് തനിച്ച് കുളിക്കാൻ പോന്നോ? ദക്ഷിണയ്ക്ക് പരിചയമില്ലാത്ത കുളമല്ലേ, ഞാനും കൂടെ വരാം. ആ കുളമൊക്കെ എനിക്ക് നല്ല പരിചയ. അതുകൊണ്ടല്ലേ വൈഷ്ണവിയെ ഞാൻ രക്ഷിച്ചത്. കല്യാണി പോയിക്കൊള്ളൂ, ഞാൻ കുളത്തിൽ പോയി തനിയെ കുളിച്ചോളാം. ദക്ഷിണയോട് തനിച്ച് സംസാരിക്കാൻ പറ്റിയ അവസരം. എന്നാ ശരി, എങ്കിൽ പോയിട്ട് വേഗം വാട്ടോ. അതെവിടെയാ? ഇവിടെ ഇല്ലല്ലോ, ഇവിടെയും കാണുന്നില്ല. എന്റെ എന്തോ ഒരു സാധനം കാണാതെ പോയി. നീ കണ്ടായിരുന്നോ? എന്ത് സാധനം? അല്ല, എന്റെ ഒരു സാധനം കാണാതെ പോയി. ഞാൻ അത് നോക്കാൻ വേണ്ടി ഇറങ്ങിയതാ. ഇല്ലാത്ത സാധനം നോക്കിയിട്ട് ഒരു കാര്യമില്ല സുന്ദരേ. ദേ, ഈ ചുറ്റിക്കളി അത്ര നല്ലതല്ല. പൊയ്ക്കോ. അല്ല കല്യാണി, ഞാൻ ഇവിടെ. പൊയ്ക്കോ. ഇവൻ ആളത്ര ശരിയല്ലല്ലോ. ഭാഗ്യം അവന്മാര് പുറത്തു പോയെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ ഇപ്പൊ അവന്മാരും കൂടെ വരാൻ വാശി പിടിച്ചാനെ. അവന്മാരെങ്ങാനും കൂടെ വന്നാ അതെനിക്ക് പാരയാവുകയും ചെയ്യും. നീ എവിടെ പോകുന്നു? ഞാനെവിടെയും പോകുന്നില്ല. എന്നെ കണ്ടിട്ട് കുളത്തിൽ കുളിക്കാൻ പോകുന്ന ലക്ഷണം ഉണ്ടല്ലോ. കുളത്തിലൊന്ന് കുളിക്കണം. സമയം കിട്ടിയാ കുളിച്ചേക്കാം.
നീ എന്തിനാ ഇപ്പൊ കുളത്തിൽ കുളിക്കാൻ പോകുന്നേ? കുളത്തിൽ മുങ്ങി കുളിക്കുന്ന പേടിയാന്ന് പറഞ്ഞ് നീയല്ലേ കുറച്ചു മുമ്പ് ഈ ബാത്റൂമിൽ കയറി കുളിച്ചത്? അല്ല അത് ശരി തന്നെ, അത് കുറച്ച് മുമ്പല്ലേ കുളിച്ചത്. എന്താ ചൂട്. കുളത്തിൽ കുളിച്ച ചിലപ്പോ നല്ല സുഖം കിട്ടും. എന്നാ പിന്നെ നീ ബാത്റൂമിൽ കയറി ഒന്നുകൂടെ കുളിക്ക്. അതെന്താ ഞാൻ കുളത്തിൽ കുളിച്ചാല്? കുളത്തിൽ കുളിക്കണം നിനക്കെന്താ എത്ര വാശി? ഒരു വാശിയില്ല. എടാ ഞാൻ കുളത്തിൽ കുളിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ഡാ നീ പൂണ് കഴിച്ചല്ലേ ഉള്ളൂ. ഊണിന് ശേഷം ആരെങ്കിലും കുളിക്കോടാ? ആരെങ്കിലും കുളിക്കില്ല, പക്ഷെ ഞാൻ കുളിക്കും. എന്നാ നീ തനിച്ചു പോണ്ട, ഞങ്ങളും കൂടെ വരാം. അത് വേണ്ട, നിങ്ങൾ വരണ്ട. നിങ്ങളെന്തിനാ? നിങ്ങളെന്നാ ശരിയാവില്ല. അതെന്താ ശരിയാവാത്തത്? എടാ ഞാൻ തനിയെ പോണോന്ന് ആഗ്രഹിക്കുന്നുണ്ടാണ് നിങ്ങൾ വരണ്ടെന്ന് ഞാൻ പറഞ്ഞത്. ഓഹോ, എന്തായാലും നീ ഒറ്റയ്ക്ക് പോകണ്ട. നീന്താൻ അറിയാത്ത നീ കുളത്തിൽ വീണ് എന്തെങ്കിലും സംഭവിച്ചാ ഞങ്ങളെ സമാധാനം പറയേണ്ടത്. എടാ രാഹുലെ പ്ലീസ്, എടാ ഞാൻ പറയുന്നൊന്ന് കേൾക്കടാ. എടാ ഞാൻ സ്വസ്ഥമായിട്ട് അവിടെ പോയി നീന്തൽ പഠിച്ചോട്ടടാ. നീന്തൽ പഠിക്കാനോ? നീയോ? അതെന്താ ഞാൻ പഠിച്ചാൽ ശരിയാവില്ലേ? എടാ ദയവ് ചെയ്ത് നിങ്ങൾ എന്നെ ശല്യം ചെയ്യരുത്. ഇനി ഞാൻ ലേറ്റായി എന്റെ നീന്തൽ പഠിക്കാനുള്ള മൂഡ് പോകൂടാ. ഡാ നീ തനിച്ചു പോകണ്ട, ഞങ്ങളും വരാം. ഞാൻ നിന്നെ നീന്തൽ പഠിപ്പിക്കാം. ഓ, ഞാൻ നിന്നെ തൊഴുത്. എടാ നീ എന്നെ നീന്തൽ പഠിപ്പിക്കണ്ട. വെള്ളം കുടിച്ചെന്റെ വയറ് നിറയും. അല്ലെങ്കിൽ തന്നെ ഉണ്ണിയേട്ടൻ ഇടയ്ക്കിടയ്ക്ക് എന്നെ വെള്ളം കുടിപ്പിക്കുന്നതാ. ഞാൻ ഒറ്റയ്ക്ക് നീന്തൽ പഠിക്കാൻ പറ്റുന്ന ഒന്ന് നോക്കട്ടെ. അപ്പൊ ഞാൻ പോയിട്ട് വരാം. നീ പൊയ്ക്കോ, പക്ഷെ ആ നിലവിളി ശബ്ദം കേൾക്കരുത്. എടാ അതൊക്കെ പഴയ സുന്ദർ, ഞാനിപ്പോ പുതിയ സുന്ദറാടാ. പോയിട്ട് വന്നിട്ട് നമുക്കൊന്ന് കാണണം. അപ്പൊ എന്റെ മക്കളൊന്ന് മാറിക്കേ. ഈശ്വരേ, കുളത്തിലിറങ്ങാൻ നല്ല പേടിയുള്ളവൻ നീന്തൽ പഠിക്കാൻ പോയിരിക്കുന്നു, അതും ഈ സമയത്ത്. ഇവൻ എന്താടാ ഇങ്ങനെ? എടാ അവനെന്തോ അബദ്ധം കാണിക്കാനുള്ള പുറപ്പാടില്ലാന്നാ തോന്നുന്നത്. അബദ്ധം പറ്റുമ്പം സ്വയം പഠിച്ചോളൂ. പഠിക്കട്ടെ.